ചിലപ്പോഴൊക്കെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നാറില്ലേ? അങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ മാത്രമല്ല, രാവിലെയാണെങ്കിലും ഇത് തന്നെ മതിയാകും. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 1/4 കപ്പ് പച്ചരി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് നല്ലോണം കഴുകിയെടുത്ത് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞ് സവാള കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂൺ മാത്രം നല്ല ജീരകവും കൂടെ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ അധികം ലൂസോ അധികം കട്ടിയോ ഇല്ലാതെ വേണേ അരച്ചെടുക്കാൻ. പത്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചെമ്മീൻ വൃത്തിയാക്കി എടുത്തു വെച്ചതാണിത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ചെടുത്ത മാവ് എണ്ണ പുരട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ മാവൊഴിച്ച പാത്രം വെക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് അപ്പച്ചെമ്പിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ ഇതുപോലെയോ ആവി കയറ്റിയെടുത്താൽ മതി. ഇങ്ങനെ വെക്കുന്ന സമയത്ത് കൈ പൊള്ളാതിരിക്കാൻ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കും. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ മസാലയുടെ കൂടെ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ മൂടിക്കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. ഈ ഒരു പത്തിരി ഒരുപാട് അങ്ങ് സോഫ്റ്റുമല്ല, എന്നാൽ ഉറപ്പുമില്ല. ചെമ്മീനൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയുമാണ്. പത്തിരിയുടെ വേവ് പാകത്തിനാണോ എന്നറിയാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ. ഇത് അധികം കട്ടിയില്ലാതെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നല്ല രുചി. ഞാൻ ഇതൊരു 1/2 ഇഞ്ച് കനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള 2 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ 1/2 കപ്പ് അരിയെടുത്ത് 2 പ്രാവശ്യമാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ചെമ്മീനില്ലാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ വേവിച്ചെടുത്ത് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.